വുമൻസ് ഡേനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ മണിക്കൂറുകളിലൊക്കെ ചർച്ചകളുണ്ടായത് പലപ്പോഴും. നേരത്തെ ഓറഞ്ച് ആപ്പിൾ വുമൻസ് ഡേയിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ മൂന്ന് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഏഹ്, സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഡെവലപ്പ് ചെയ്യുന്നതിന് എപ്പോഴും മുൻപിൽ നിൽക്കണം, എപ്പോഴും നല്ല മികച്ച കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നോൺ സ്റ്റോപ്പ് ആയിട്ട് 500-ലധികം ലേഡീസ് വിങ്ങിന്റെ ഓറഞ്ച് ആപ്പിൾ ലേഡീസ് വിങ്ങിന്റെ 3 o'clock ഇന്ത്യൻ ടൈം 3 o'clock ട്രെയിനിങ് പ്രോഗ്രാം നല്ല നമ്പർ ഓഫ് ആളുകൾ, എനിക്ക് തോന്നുന്നു 1,00,000-ഓളം ഓഡിയൻസ് അറ്റൻഡൻസ് 500-ലധികം ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ലേഡീസ് ആയിരുന്നു, അതിൽ സെഷൻ എടുക്കുന്നത് ലേഡീസ് ആയിരുന്നു. 99% ലേഡീസ് മാത്രമാണ് ക്ലാസ് എടുത്തത്. അതിൽ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ഓഡിയൻസും ലേഡീസ് ആയിരുന്ന രൂപത്തിലുള്ള പ്രോഗ്രാംസ്. എനിക്ക് തോന്നുന്നു ഡ്രഗ് ഫ്രീ വേൾഡ് മൂവ്മെന്റിന്റെ ഓറഞ്ച് ആപ്പിളിന്റെ കീഴിലുള്ള മറ്റൊരു ഓർഗനൈസേഷനാണ് ഡ്രഗ് ഫ്രീ വേൾഡ് മൂവ്മെന്റ്. 3-4 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ 1-2-3 പ്രോഗ്രാംസും ഓറഞ്ച് ആപ്പിൾ ലേഡീസ് വിങ് നേരത്തെ കോർഡിനേറ്റ് ചെയ്യുകയും നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് 3 മണിക്ക്. അപ്പോ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലാനിങ്ങിൽ നേരത്തെ കഴിഞ്ഞ ഒരു സെഷനിൽ മറ്റും ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നത്, വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അവനവന് ഭക്ഷണം ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാവാറ്. അതൊരു വലിയ ഗുണകരമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം വീട്ടിൽ യഥാർത്ഥത്തിൽ ഒരു ഡൊമസ്റ്റിക് മിനിസ്റ്റർ എന്നുള്ള നിലക്ക് തന്നെ, ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ എന്നുള്ള നിലക്ക് തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്ത് പോകുമ്പോൾ അവനവൻ്റെ ഫുഡും അതിനകത്ത് പ്ലാൻ ചെയ്യാവുന്നതാണ്. വീട്ടിലെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പ്ലാനിങ് ഉണ്ടാക്കാറുള്ളതാണല്ലോ ഈ മിനിസ്റ്റേഴ്സ്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ വിഷയത്തിലും പ്ലാൻഡ് ആവുകയും കൂടുതൽ ലേൺ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ള. ഓറഞ്ച് ആപ്പിൾ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം, അറിവില്ലായ്മ നമ്മുടെ ശത്രുവാണ്, ആ ശത്രുവിനെ റാഡിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിനുവേണ്ടി മെന്റലി പ്രിപ്പയർ ചെയ്യിപ്പിക്കാനാണ് ഈ പ്ലാറ്റ്ഫോം ശരിക്കും ഉപയോഗപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ബാച്ചിലേഴ്സ് ആയിരുന്നാലും നോൺ ബാച്ചിലേഴ്സ് ആയിരുന്നാലും മാരീഡ് കപ്പിൾ ആയിരുന്നാലും ആരായിരുന്നാലും സ്ത്രീകളോടൊക്കെ എനിക്ക് ജനറലി പറയാനുള്ളത്, മികച്ച ഒരു സ്ത്രീത്വം പുറത്തെടുക്കാൻ സാധിക്കുക എന്നുള്ളത്, മികച്ച ഒരു യുണീക്കായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. കഴിയില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും കഴിയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കും ആദ്യം. അപ്പൊ കഴിയുമെന്ന് ചിന്തിക്കുകയും കഴിയുമെന്ന് പറയുകയും കഴിയാൻ വേണ്ടി ചെയ്തു നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കുന്നത് കാണാൻ പറ്റും. മികച്ച പ്ലാനിങ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മികച്ച പ്ലാനിങ് അവനവന്റെ ജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കാൻ ഇനിയുള്ള കാലത്ത് അത് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധം ടെക്നോളജി അവനവന്റെ കയ്യിലുണ്ടാവുമ്പോൾ മികച്ച രൂപത്തിൽ പ്ലാനിങ് ക്ലിയർ ആക്കുവാൻ സാധിക്കും. എല്ലാ നിലക്കും ടെക്നോളജി തന്നെ ആവണം എന്നല്ല, മറിച്ച് നമ്മളുടെ ചിന്തകളും നമ്മളുടെ അഭിപ്രായങ്ങളും മെന്റേഴ്സുമായിട്ട് ഇരിക്കുന്നതും മെന്റർഷിപ്പ് നടത്തുന്നതും ഒക്കെ ഇതെല്ലാം ഒരു ഗുണപരമായ കാര്യമാണ് ആക്ച്വലി. അപ്പോൾ നല്ല പ്ലാനിങ് ഏതൊക്കെ ഏരിയയിൽ വേണം? അപ്പോൾ കുടുംബം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുട്ടികളുടെ വിഷയത്തിൽ, പാരന്റിങ്ങിന്റെ വിഷയത്തിൽ, ഫിനാൻസ്, വീട്ടിലെ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ, വീട്ടിൽ ഒരു ചെറിയ ഒരു 2 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് പച്ചക്കറി നടാൻ പറ്റുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധം, അയൽക്കൂട്ടം, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അയൽക്കൂട്ടങ്ങൾ, എങ്ങനെ എന്ത് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും, സമൂഹത്തിന് എന്ത് ഗുണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രൂപത്തിൽ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ നന്മ പകരാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ ആയിരുന്നാലും ഫാമിലി ആയിരുന്നാലും ഫിനാൻസ് ആയിരുന്നാലും അഗ്രികൾച്ചർ ആയിരുന്നാലും ഇൻ ഹൗസ് ആയിരുന്നാലും ഔട്ട് ഹൗസ് ആയിരുന്നാലും എല്ലാത്തിലും പ്ലാനിങ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വർഷം നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നതും പ്ലാനിങ് തന്നെയാണ്. ഇല്ല എന്ന് പറയുന്നതും പ്ലാനിങ് ആണ്, ഉണ്ട് എന്ന് പറയുന്നതും പ്ലാനിങ് ആണ്. സോ പ്ലാൻഡ് ആവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ പ്ലാൻഡ് അല്ലെങ്കിൽ ഞാൻ പ്ലാൻഡ് ആവാം. കൺവേർഷൻ, ഒരു ചേഞ്ച് ഉണ്ടാക്കേണ്ടത് എൻ്റെ ഇപ്പോൾ ഞാൻ പ്ലാൻഡ് അല്ല എന്നുള്ള ചിന്തയിൽ നിന്ന് ഞാൻ പ്ലാൻഡ് ആണ് എന്നുള്ള ചിന്തയിലേക്ക് എന്നെ മാറ്റുന്നതാണ്. അപ്പൊ എന്നെ പ്ലാൻഡ് ആക്കുക എന്നുള്ളത് ലോകത്താർക്കും സാധിക്കില്ല, അത് എനിക്ക് മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ വീടുകളിലൊക്കെ പലപ്പോഴും എനിക്ക് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഏറ്റവും വലിയ അടി ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഒരാൾ വളരെ ക്ലാരിറ്റി ഉണ്ടാവും, വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും.
പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. വേറൊരാള് തീരെ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കില്ല. അതിന് സ്ഥിരമായി അടിക്കുന്ന ഭർത്താക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോഴും ഉണ്ട്. അവർ ഡൈവോഴ്സ് വരെയൊക്കെ പോകും, തിരിച്ചു വരും, വീണ്ടും ജീവിക്കും, വീണ്ടും പ്രശ്നങ്ങളാവും. അങ്ങനെ പോകുന്ന എത്രയോ ആളുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരാൾ മൈക്രോ പ്ലാനിങ്ങിന്റെ ആളാണ്, വളരെ നോർമലായിട്ട് ചെരുപ്പ് വെക്കുന്നുണ്ടെങ്കിൽ ആ ചെരുപ്പ് വെക്കേണ്ട രീതി, പൊസിഷൻ ഒക്കെ അവരുടെ അടുത്തുണ്ടാവും. മൈക്രോ പ്ലാൻഡ് ആയിരിക്കും അവർ. അങ്ങനെ മൈക്രോ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാവും, തീരെ നോൺ പ്ലാനേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അപ്പം നോൺ പ്ലാനേഴ്സ് ആയിട്ടുള്ള ആളുകൾ പ്ലാനിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മൈക്രോ പ്ലാനേഴ്സിന് ഗുണം ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അവനവന്റെ ലൈഫിൽ ഗുണം ഉണ്ടാവുന്നതാണ്. ഈ നോൺ പ്ലാനേഴ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ കണ്ടിട്ടുള്ള പ്രത്യേകത, അവർ ജീവിതത്തിൽ പലപ്പോഴും ഡിലേ ആയിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മളിത് കേൾക്കുന്നത് നമുക്ക് പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പലപ്പോഴും തോന്നുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചിന്തയിലുടനീളം ഐ ഹാവ് ടു ബി എ ഗുഡ് പ്ലാൻഡ്, അല്ലെങ്കിൽ പ്ലാൻഡ് ആയിരിക്കണമെന്ന്. ഇപ്പം ഞാൻ ക്രിക്കറ്റ് അമ്പയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കാറുണ്ട്, 50 ഓവർ ഗെയിംസ് ഒക്കെ അമ്പയർ ചെയ്യുന്ന സമയം, ചിലപ്പോഴും 50 ഓവർ ഗെയിംസ് ഒക്കെ പറയുമ്പോൾ 8:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ടോസ് ചെയ്ത് 8:40, 8:55 ഒക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങി 9 മണിക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് 5 സംതിങ് ആണ് കളി കഴിയേണ്ടത്. ഒരു 3 മണിക്കൂറും ചില്ലറ ഒരു ടൈമുണ്ട് 50 ഓവർ എറിഞ്ഞു തീർക്കേണ്ട ഒരു ടൈം ഒരു ടീമിന്. അപ്പോൾ അവർ അത്രയും സമയം എറിഞ്ഞു തീർക്കുന്ന, ഒരു ഓവർ എറിഞ്ഞു തീർക്കാൻ സമയമുണ്ട്. ഒരു ബാറ്റ്സ്മാൻ ഔട്ടായി അടുത്ത ബാറ്റ്സ്മാൻ ഇന്നാവേണ്ട ഒരു ടൈമുണ്ട്. ഇന്ന സമയത്ത് ആണ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ വെള്ളം, ദാഹത്തിനുള്ള വെള്ളം കൊടുക്കേണ്ടത്, ഭക്ഷണത്തിന് വിടേണ്ടത്, ഇങ്ങനെ കുറെ പലതിനും ടൈമുണ്ട്. എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ആ പ്ലാൻ അതിനകത്ത് തെറ്റാൻ പാടില്ല. അത് തെറ്റിക്കുന്നതിനും പെനാൽറ്റി ഉണ്ട്. തെറ്റാതിരിക്കേണ്ടത് പരസ്പരം അമ്പയർസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ അമ്പയറിങ് വളരെ പാഷനോട് കൂടി തന്നെ ഞാൻ ചെയ്യുന്നൊരു ഏരിയ ആയതുകൊണ്ട് എനിക്കിപ്പോഴും ഏറ്റവും പാഷനുള്ള കാര്യങ്ങളിലൊന്ന് അമ്പയറിംഗ് ആണ്, ക്രിക്കറ്റ് അമ്പയറിംഗ്. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്, പ്ലാൻ എന്നുള്ളത് അതിനകത്ത് വളരെ സീരിയസ് ആണ്. അപ്പോൾ ഞാനങ്ങനെ ആലോചിക്കുന്നു, ഓരോ പ്രോജക്റ്റിലും, ഓരോ ഇൻസിഡൻറ്റിലും, ഓരോ ആക്ടിവിറ്റിയിലും അതിൻ്റെതായ പ്ലാനിങ് ഉണ്ട്. 90 മിനിറ്റ്, 45 മിനിറ്റ് 2 പകുതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഗ്രൗണ്ട് മാറി കളിച്ച് അല്ലേ ഫുട്ബോൾ കളിക്കുന്നത് നമ്മൾ കാണാറ്. അപ്പോൾ ഓരോ ഗെയിം, ഓരോന്നിനും പ്ലാൻ ഉണ്ട്. ആ കളിക്കാൻ ഇറങ്ങുന്ന ടീമിനൊരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ ഇന്ന് 9-ാം തീയതിയാണ് ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ ദുബായിൽ വെച്ച് നടക്കുന്നത്. രണ്ട് ടീമിനും വലിയ പ്ലാനുകൾ ഉണ്ടാവും കപ്പ് അടിക്കാൻ വേണ്ടി. കപ്പ് അടിക്കേണ്ട മത്സരമാണ്, ഫൈനൽ മത്സരമാണ്. അപ്പോൾ ഓരോന്നിനും ഒരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ എല്ലാം പ്ലാൻ ഓറിയന്റഡ് ആണ്. പ്ലാൻ ഇല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ അത് എന്നോടത്ത് വെച്ച് കാണാം, അത് പ്രത്യേകിച്ച് പ്ലാനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. കളിക്കാരെ കളിയിലിറങ്ങാം, എനിക്ക് പ്ലാനൊന്നുമില്ല, നിങ്ങൾ പ്ലാനിങ്ങിന്റെ മീറ്റിംഗ് നടത്തിക്കോ, ഞാൻ കടത്തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ കളിക്കാരനെ കോച്ച് വിടുമോ? ഇല്ല. പ്ലാനിങ് ആവശ്യമാണ്, നിങ്ങൾ അങ്ങോട്ട് വന്നേ പറ്റൂ. ഈ പ്ലാനിങ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ പ്ലാനിങ് അറിഞ്ഞു, ഇന്ന് ഇപ്രാവശ്യം പ്ലാനിങ് വേണ്ട എന്നൊക്കെ പറയൂ, പറഞ്ഞാൽ സമ്മതിക്കോ? ഇല്ല. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മെയിൻ എലമെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരുടെ ടീച്ചിങ് പ്ലാൻ ഉണ്ട്, ടൈം ടേബിൾസ് ഉണ്ട്, അതേപോലെ വർക്കിംഗ് ഡേയ്സിന്റെ ഒരു പ്ലാൻ ഉണ്ട്, പരീക്ഷ നടക്കേണ്ടതിന് ഒരു പ്ലാൻ ഉണ്ട്, അതിൻ്റെ ഒരു പ്രീ പ്ലാനിങ്ങും അതിനൊരു ഇന്റഗ്രേറ്റഡ് പ്ലാനിങ്ങും അതുപോലെ തന്നെ താഴോട്ടും മേലോട്ടും ഒക്കെ റിവേഴ്സ് ഇന്റഗ്രേഷനുള്ള പല ടൈപ്പ് ഓഫ് പ്ലാനിങ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിൽ ജോലി ചെയ്യണമെങ്കിലും അതേപോലെ തന്നെ വീട്ടമ്മയാണെങ്കിലും എല്ലാറ്റിനും ഒരു പ്ലാനിങ് ഉണ്ടാവുന്നത് വളരെ മികച്ചതായിരിക്കും. അവർക്ക് പ്ലാനിങ് ഉള്ള ആളുകൾ നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട്. പട്ടാളച്ചിട്ട പോലുള്ള പ്ലാനിങ് നടത്തി കൂടെയുള്ള ആളുകളെ ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആളുകളെ നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നിന്ന് അകറ്റുന്ന അവസ്ഥയ്ക്കപ്പുറം നല്ല ഒരു പ്ലാനിങ്ങോട് കൂടി, നല്ല ഒരു മികച്ച പ്ലാനിങ്ങോട് കൂടി ആളുകളെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളെ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ നിർത്തുന്നത് ഒരു രൂപത്തിലുള്ള ഒരു പ്ലാനിങ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ എപ്പോഴും സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിനെ ആളുകൾ അട്രാക്ട് ചെയ്യാനോ ആഡ് ചെയ്യപ്പെടാനോ ആണ് നമ്മളുടെ പ്ലാനിങ് കൊണ്ട് ഉണ്ടാവേണ്ട ഗുണം. അപ്പൊ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന ആളുകൾ പുറത്തു പോവാതെ നോക്കുന്നത് നല്ല മികച്ച പ്ലാനിങ്, മികച്ച ലീഡർഷിപ്പിലേക്ക് അത് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. സോ ഹാപ്പി വിമൻസ് ഡേ, വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless. Thank you so much and love you all.